Pebbles Malayalam. Hi viewers, welcome to Pebbles. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എങ്ങനെയാണ് 4-line കോപ്പിയിൽ എഴുതുന്നതെന്ന് നോക്കാം. ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാമോ? 26 നമ്പേഴ്സ് ആണ്. ഏതെല്ലാമാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കാം. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇത്രയാണ് ആൽഫബറ്റ്സ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഒരു 4-line കോപ്പിയിൽ എഴുതുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. ആദ്യം തന്നെ നമ്മൾ എഴുതാൻ പോകുന്നത് എ. എ എങ്ങനെയാണ് എഴുതുന്നതെന്ന് ശ്രദ്ധിച്ചു കാണാം. ഏറ്റവും ടോപ്പിലെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് ഒരു വര ചെരിച്ചു വരയ്ക്കും. അതേപോലെ തന്നെ മറ്റേ ഭാഗത്തെ ഇങ്ങനെ എ എഴുതുന്നത് ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെ വന്ന് ഇങ്ങനെ. ഓക്കെ, എ. അടുത്ത ലെറ്റർ ഏതാണെന്ന് നോക്കാം. ബി. ക്യാപിറ്റൽ ലെറ്റർ ബി എങ്ങനെയാണ് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നേരെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ ഇങ്ങനെ ബി. ഒരു വട്ടം കൂടി എഴുതി നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ ബി. ബി. എ പഠിച്ചു, ബി പഠിച്ചു. ദെൻ നെക്സ്റ്റ് ലെറ്റർ സി. സി എഴുതാൻ വളരെ ഈസിയാണ്. സി. 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 നമ്മൾ ലെറ്റേഴ്സ് എഴുതുന്ന സമയത്ത് ഒരല്പം വലതുവശത്തേക്കൊന്ന് ചെരിച്ചെഴുതുന്നത് നല്ല വൃത്തിയായിരിക്കും. നെക്സ്റ്റ് ലെറ്റർ ഡി. ഡി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഡി. ഡി. അടുത്ത ലെറ്റർ ഏതാണ്? എ കഴിഞ്ഞു, ബി കഴിഞ്ഞു, സി കഴിഞ്ഞു, ഡി. അടുത്തത് ഇ. ഫസ്റ്റ് ലെറ്റർ ഇങ്ങനെ, ഫസ്റ്റ് ലൈൻ ഇങ്ങനെ വരച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ. നടുവിലുള്ള ലൈന് അത്രത്തോളം വലുപ്പം പാടില്ല, അല്പം കുറവ്. മുകളിലുള്ളതും താഴെയുള്ളതും ഒരുപോലെ, നടുക്കത്തത് അല്പം ചെറുത്. എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഇ. എ, ബി, സി, ഡി, ഇ. നെക്സ്റ്റ് ലെറ്റർ എഫ്. ഈ പോലെ തന്നെ അത് തന്നെ ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ദെൻ താഴോട്ട് ചെറുത്, ഇങ്ങനെ താഴോട്ട് ചെറുത്, ഇങ്ങനെ താഴോട്ട് ചെറുത്. എഫ്. അടുത്ത ലെറ്റർ ഏതാണ്? ജി. ആദ്യം തന്നെ ഒരു സി വരയ്ക്കാം. വീണ്ടും മുകളിലോട്ട് രണ്ടാമത്തെ ലൈനിലേക്ക്. ദെൻ സ്ട്രൈറ്റ്. ദെൻ ജി. 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 എ, ബി, സി, ഡി, ഇ, എഫ്, ജി. അടുത്ത ലെറ്റർ ഏതാണ്? എച്ച്. എച്ച് എഴുതാൻ വളരെ ഈസിയാണ്. രണ്ട് ലൈൻ വരയ്ക്കുക, അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. രണ്ട് ലൈൻ ഇതുപോലെ വരയ്ക്കുക, അത് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, വളരെ ഈസിയാണ് എച്ച് എഴുതാൻ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഐ. ഐ സിമ്പിൾ. ഓക്കെ, ജസ്റ്റ് ഈ ഒരു വര വരച്ച ഐ. ദെൻ ജെ. ജെ എഴുതുന്ന സമയത്ത് ഏറ്റവും ടോപ്പിലെ ലൈനിൽ നിന്ന് മൂന്നാമത്തെ ലൈനിലേക്ക് ഒരു ലൈൻ വരച്ച് ഇപ്പം പൊന്തിക്കും. ജെ. 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 നെക്സ്റ്റ് ലെറ്റർ കെ. കെ എഴുതുന്ന സമയത്ത് മുകളിലത്തെ ലൈനിൽ നിന്നും മൂന്നാമത്തെ ലൈനിലേക്ക് വര വരയ്ക്കുക. ദെൻ ഇവിടെ നിന്നും
രണ്ടാമത്തെ ഈ കോർണറിലേക്ക്. കെ കെ കെ. അടുത്ത ലെറ്റർ കെ കഴിഞ്ഞാൽ ഏതാണ്? എൽ. എൽ വളരെ ഈസിയാണ്. സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. എൽ എൽ. അടുത്ത ലെറ്റർ എം. എം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. എം എം എം. ഇപ്പോൾ നമ്മൾ ഏതെല്ലാം ലെറ്റേഴ്സ് പഠിച്ചു? എ പഠിച്ചു, ബി പഠിച്ചു, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം വരെ പഠിച്ചു. ഓക്കെ, ഇതെല്ലാവരും നന്നായിട്ട് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പെബിൾസ് മലയാളം.